Bye KSTDC. I'll miss you and you are missing. Hi guys, welcome back to my channel Glass Love. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രീന. അപ്പോൾ ദേ നമ്മൾ KSTDCയോട് ബൈ പറയാണ്, ബീജാപൂറിനോടും ബൈ പറയാണ്. നമ്മൾ നേരെ ഇനി ഔറംഗാബാദിനെ വിട്ടടിക്കുകയാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇവിടുത്തെ സ്റ്റേ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഇനി മഹാരാഷ്ട്രയ്ക്ക് പോവാണ്, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ യാത്ര തുടങ്ങാം. ലെറ്റ്സ് ഗോ. കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്രയിൽ കയറും. അപ്പോൾ ഇന്നൊരു 6-6.5 മണിക്കൂറാണ് ഗൂഗിള് ഔറംഗാബാദ് എത്താനായിട്ടുള്ള ഒരു ഇത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് യാത്ര തുടരാം. ഡിവൈഡിൽ നിറച്ച് നല്ല രസമുള്ള പൂക്കളാട്ടോ. നല്ല കടലാസ് ബൊഗെയിൻവില്ലയാണ് കേട്ടോ. ഈ ബൊഗെയിൻവില്ല എന്ന് പറയുമ്പോൾ കുഞ്ചാക്കോവിന്റെ സിനിമ കളർ ചേഞ്ച് ഉണ്ട് ഗൈസ്, കളർ ചേഞ്ച് ഉണ്ട്. പക്ഷെ പിങ്ക് ആയിരുന്നു നല്ലത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? പിങ്ക് ആണോ വൈറ്റ് ആണോ? ഓക്കെ, അപ്പൊ കമന്റ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവരും കമന്റ് രേഖപ്പെടുത്തുക. അമ്മയ്ക്കോ പിങ്ക് അല്ലേ? ഓക്കെ, എനിക്കും പിങ്ക്. അത് രസമുണ്ടാവും. ഇനി മഹാരാഷ്ട്രക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ലൈക്ക് ബോർഡറിലേക്ക് 30 കിലോമീറ്റർ. ഓക്കെ, ഇത്ര കൂടി 20 കിലോമീറ്ററോ? ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ ഗൈസ്. 20 കിലോമീറ്റർ പോയി. എവിടെ? കണ്ണൂര്. ഹായ്, നമ്മൾ കേരളത്തിലെത്തി. ഗൈസ്, ഇവിടെയും കണ്ണൂരുണ്ട്. രണ്ടും മലയിടുക്കുകള് നല്ല രസമുണ്ട് കാണാൻ. ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഉപ്പുമാവാണ് കേട്ടോ. ഇത് ഞങ്ങൾ രാവിലെ KSTDC ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ നിന്ന് പാഴ്സൽ ചെയ്ത രാവിലത്തെ ഉപ്പുമാവാണ്. ഇവിടെ കടയൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. ഞങ്ങൾക്ക് ഉണ്ടോയെന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവൈലബിൾ ആണ്, പക്ഷെ അവൈലബിൾ ആണ് കാര്യം. പക്ഷെ ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, ഇവിടെ കട കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ളൊരു ഇൻഡ്യൂഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ വണ്ടി തിരിച്ചത്. അപ്പം പിന്നെ അവിടെ നിന്ന് ഉപ്പുമാവ് പാഴ്സൽ ചെയ്തു. അപ്പം നല്ല രുചിയുള്ള ഉപ്പുമാവാണ്. ഞങ്ങൾ രാവിലെ ഇതൊക്കെ കഴിച്ചത്. അടിപൊളി ഡാൽഡയൊക്കെ ഇട്ട് സൂപ്പർ ഉപ്പുമാവാണ്. അപ്പം നമുക്ക് ഉപ്പുമാവ് കഴിക്കാം, റോഡിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് കാറിലിരുന്ന്. സോ നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്ത് ഔറംഗാബാദ് എത്തിയേക്കുവാണ്. ഔറംഗാബാദിൽ തന്നെ MTDCയിലാണ് നമ്മൾ താമസിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നത് MTDC ആണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അടിപൊളിയല്ലേ, നല്ല സെറ്റപ്പ് റൂമല്ലേ. ഇതാ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ആൻഡ് ദിസ് ഈസ് അവർ വാഷ്റൂം. സാധാരണ ബാത്റൂമൊന്നും കാണിക്കാത്തതാണ്, പക്ഷെ ദിസ് ഈസ് സോ സ്പേഷ്യസ് ബ്രോ. ഭയങ്കര സ്പേഷ്യസ് ആണ്, ഉണ്ടോ? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു റൂം എന്ന് പറയുന്നത് MTDCയിലാണ് വരുന്നത്. അതായത് മഹാരാഷ്ട്ര ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ്
കോർപ്പറേഷൻ എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല അടിപൊളി റൂമല്ലേ, എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. പിന്നെ ഇവിടെ ഒരു കുഴപ്പം പറഞ്ഞാൽ വൈഫൈ ചോദിച്ചിട്ട് വൈഫൈ ഉണ്ട് തന്നില്ല അവർ. ചിലപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും. ബട്ട് നമ്മൾ കർണാടകയിലൊക്കെ താമസിച്ചു കൊടുത്ത് അവർ വൈഫൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. KSTDCയിലായിരുന്നു അത് താമസിച്ചത്. അറിയത്തില്ല, നമുക്കൊന്നോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു റൂമിന് 3000 രൂപയാണ് ഒരു ദിവസം ഈടാക്കുന്നത്. നമ്മൾ 3 ദിവസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതല്ലേ. ഒന്ന് ഫ്രഷനപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോവാം. ഇന്ന് കുറച്ച് സ്ഥലം കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീബിക മക്ബറ കാണാൻ പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ നമ്മളങ്ങനെ ഫ്രഷനപ്പ് ഒക്കെ ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പം ബീബിക മക്ബറ കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അതാ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് ഞാനും അമ്മയും. ടിക്കറ്റ് എവിടെ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം നമുക്ക് ബീബിക മക്ബറ കാണാം. നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് 25 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതായത് ഗേറ്റാണ്. അതേ ഒരു അണ്ണാൻ കുഞ്ഞ്. ഹലോ ഹലോ മിസ്റ്റർ അണ്ണാൻ കുഞ്ഞെ, കമോൺ ഹിയർ. വാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് വരുന്നു. ഞാൻ വെറുതെ വിളിച്ചതാ. ഡോണ്ട് ടേക്ക് മീ സീരിയസ്ലി, യു നോ. നമ്മളിപ്പോ ഉള്ളത് ബീബിക മക്ബറയിലാണ്. ഈ ഒരു ബീബിക മക്ബറ എന്ന് പറഞ്ഞാല് ദ ലേഡി ഓഫ് ദ ടോംബ് എന്നാണ് കേട്ടോ. അപ്പം ഇത് ഡെക്കാനിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നു. ഈ ഒരു നിർമ്മിതി നിർമ്മിച്ചത് ഔറംഗസീബാണ്. ഔറംഗസീബ് 1660-ലാണ് ഈ ഒരു നിർമ്മിതി നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ദിൽറാസ് ബാനു ബീഗത്തിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള പ്രിൻസ് അസം ഷാ ഇത് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു നിർമ്മിതിയുടെ പിന്നിലുള്ള ചരിത്രം. അപ്പൊ നമുക്ക് ഈ നിർമ്മിതിയെ അടുത്ത് പോയി കാണാം. ഇതാണ് കേട്ടോ കബറിടം. ഈ ഒരു നിർമ്മിതിയുടെ നേരെ തന്നെ ഇത് ഒരു മോസ്ക് ആണ് കേട്ടോ. ഈ ഒരു മോസ്ക് നിസാം ഹൈദരാബാദിലെ നിസാമാണ് പണിഞ്ഞത് കേട്ടോ. നമ്മുടെ ബീബിക മക്ബറയുടെ ബാക്ക് സൈഡിൽ വന്നേക്കാണ് കേട്ടോ. ഇത് നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് അവിടെയും നല്ല രസമായിട്ടുണ്ടല്ലേ മുകളിൽ നിന്ന് കാണുമ്പോൾ. ബീബിക മക്ബറ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ചെറിയ അരിവണ്ട അത്ര ഇല്ലെങ്കിലും ഏകദേശം ഇതിൻ്റെ ഒരു മുക്കാഭാഗം ഒരു ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വെഹിക്കലും 4 സൈഡ് വെഹിക്കലും എല്ലാ വർക്കും ഒരു വർക്ക് പോലും വ്യത്യാസമില്ല. ഏത് സൈഡിൽ നോക്കിയാലും സെയിം തന്നെ. പിന്നെ ഇതിന്റെ ഒരു സൈഡില് ഒരു മസ്ജിദ് വന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പിന്നീട് പണിതാണെന്നാണ്. അതെ, ഹൈദരാബാദിലെ നൈസാമാണ് പണിഞ്ഞത്. ലോണില്ലേ ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും സെയിം ഡിസൈനിലാണ്. ഫുട്പാത്ത് പോലെയും വാട്ടർ കനാല്, അതുപോലെ പോണ്ട്. അതായത് ഒരു ഇതിനകത്തൊരു സ്ക്വയർ ഇട്ടിട്ട് ആ 4 സ്ക്വയറിന്റെ 4 മൂലയിൽ ഒരു പോണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ. എന്നിട്ട് ഈ പോണ്ടിൽ നിന്ന് വെള്ളം പോകാനുള്ള ചാലും, അതുപോലെ തന്നെ ഫുട്പാത്ത് എല്ലാം പോണ്ട് കാണിച്ചു കൊടുക്കോ. പോണ്ട് അവിടെയായിട്ട് മാവ് വെക്കുന്നു ഇവിടെ. അത് ഇങ്ങനെ വേണമല്ല, പക്ഷെ 4 സൈഡ് സെയിം ആണ്. ഇതിന്റെ 4 ബോണ്ടും ഫ്രണ്ടിലും 4 ബോണ്ടും ബാക്കിലും ഉണ്ട്. ബാക്കിൽ 4 ഒരു സ്ക്വയർ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ക്വയറിന് 4 ബോണ്ട് ബാക്കിൽ 4 ബോണ്ട് ഫ്രണ്ടിലും. അതായത് ഇതിന്റെ ഒരു ആകാശ വ്യൂ ഉണ്ടല്ലോ, നല്ല രസമായിരിക്കും. പക്ഷെ അതിന് നമുക്ക് ഡ്രോൺ ഇല്ലാത്തത് കൊണ്ട് ഡ്രോൺ പറത്താൻ ഒരു ദിവസം ഡ്രോൺ മേടിച്ചു തരുമെന്ന വിശ്വാസത്തിൽ ഡ്രോൺ പറത്താൻ പറ്റില്ലായിരിക്കും ഇവിടെ. ഉണ്ടാവായിരിക്കും പറ്റും. കാരണം ഇതിന്റെ ഡ്രോൺ വീഡിയോസ് ഇതുവരെ കണ്ടിട്ടില്ല. അമ്മ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് ഓരോ കാഴ്ചകൾ.
ശരിയാ, ഇഷ്ടമായോ? ഓ അടിപൊളി അല്ലേ? ലൈറ്റ് അപ്പ് ആയിട്ടോ തോന്നുന്നു. ഇനി സമയം ഇപ്പം 5:30-6 മണി ആവുന്നേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം അധികം ക്രൗഡഡും അല്ല, അപ്പൊ അത് നല്ല രസമുണ്ട്. ഇപ്പൊ കേട്ടോ ജനം ഇങ്ങനെ വരുന്നത് കൊറേ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒരു 5:30 സമയത്തൊന്നും ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഇത് കാണാൻ ഭംഗി അന്നേരമാണല്ലോ. ഞങ്ങൾ ലൈറ്റ് ഇടുന്നതും കാത്തിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എപ്പോഴാ ഒന്നിടുന്നത്? ലൈറ്റ് ഒന്ന് ഇട്ടുകൂടി. ഇപ്പോൾ അതേ സമയം 7 മണിയായി. 7 മണി വരെ വെയിറ്റ് ചെയ്തു ഈ ഒരു ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫുള്ള് ലൈറ്റ് അപ്പ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണ് അറിയത്തില്ല. പിന്നെ വെളിച്ചം അത്യാവശ്യം ഉണ്ട്. 7 മണിയായി, കണ്ടാൽ പറയത്തില്ലല്ലോ 7 മണി ആയെന്ന്. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നില്ല, ഇറങ്ങാണ്. എന്തായാലും ലൈറ്റ് അപ്പ് ഇത് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഓക്കെ, ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്നു ഗായ്സ്. അത് അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് കാണാം. എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്ന് നന്നായി. ഞങ്ങളാണെങ്കിൽ ഇതാ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഇനി എന്തായാലും ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ലൈറ്റ് അപ്പ് ചെയ്തത്. എന്തായാലും നിന്ന് നന്നായിട്ട് അടിപൊളിയായിട്ടില്ലേ? ഓസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കിടലനായിട്ടുണ്ട്. എന്നാലും എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.